വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹ ബഹുമാനമുള്ള TTQ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠിത്തത്തൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുന്ന ടോപ്പിക് മദ്ദുസില കുബറ, മദ്ദുസില സുഗറ, രണ്ട് മദ്ദുകളെ കുറിച്ചാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് നമുക്കൊന്ന് എടുക്കാനുള്ളത്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്തുൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് നേരത്തെ ഗ്രൂപ്പിലിട്ട ടോപ്പിക്കാണ് മദ് സില. സിലയാണ്. സില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്. അതിന്റെ മുമ്പേ മദ് ഫറായി നോക്കാം. നമുക്ക് മദ് ഫറായി എന്ന് പറഞ്ഞത് സാധാരണമായ മദ് സംഭവിക്കാനുള്ള കാരണങ്ങളാണ് കാണുന്നത്. ഹംസ കാരണം സംഭവിക്കും, സുക്കൂനും ഷദ്ദും കാരണം സംഭവിക്കും. അപ്പൊ ഹംസ കാരണം സംഭവിക്കുന്ന മൂന്ന് മദ്ദുകളിൽ രണ്ട് മദ് നമ്മൾ പഠിച്ചു. മുത്തസിലും മുൻഫസിലും പഠിച്ചു. ഇനി ഒന്ന് പഠിക്കാനുള്ളത് സില കുബ്രയാണ്. അത് സില രണ്ടെണ്ണുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സിലയെ കുറിച്ചാണ്. എന്താണ് സില എന്ന്? മദ്ദുസില. സില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്, യോജിപ്പിക്കുക, ചേർക്കാൻ, കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നെ അതാണ് സില എന്ന് പറഞ്ഞത്. ലിങ്ക്, കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എന്ന് ആണ് അതിനോട് ഉദ്ദേശം. അതായത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് രണ്ട് തരത്തിലുണ്ട്. മദ്ദു സില കുബറയുണ്ട്. മദ്ദു സില കുബറ എന്ന് പറഞ്ഞാൽ വലിയത് എന്നാണ്. കുബറ കബീർ ഉണ്ടല്ലോ, കബീർ എന്നുള്ള അതിന്റെ കുബറ. മദ്ദു സില കുബറയും ഉണ്ട്, മദ്ദു സില സുഗറയും ഉണ്ട്. സൂറ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ചെറിയ മദ്ദുസിലയും വലിയ മദ്ദുസിലയും, അങ്ങനെ നമുക്ക് അതിനെ പറയാം. ഓക്കെ, അപ്പൊ മദ്ദുസില രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മദ്ദുസില കുബറയും ഒന്ന് മദ്ദുസില സുഗറയും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കുറച്ച് ടെക്നിക്കൽ വശത്തേക്ക് പോകാം. എന്താണ് ഈ മദ് സില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മദ് സില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ, അത് സിലത്തു ഹാ ദൊമീറാണ്. ഹാ ദൊമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവനാമം എന്ന് പറയാം. സർവനാമം കണക്ട് ചെയ്യാൻ ഹുവ സിലത്തു ഹാ. സില എന്ന് പറയുമ്പോൾ ലിങ്ക്, കണക്ഷൻ എന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശം. കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവനാമമാണ് ഹാ എന്ന് പറയുന്നത്. അത് അതിന്റെ പിന്നെ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ പിന്നെ എന്താണെന്ന് ബേജാറാവേണ്ട വെച്ചാൽ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? ലിൽ മുഫ്രദ് അൽ ഗായിബ് അൽ മുദക്കർ. അത് മുഫ്രദ് ആയിരിക്കും. മുഫ്രദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം, അല്ലെ? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. അടുത്തത് ഗായിബ് ആയിരിക്കും. ഗായിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണക്ട് ചെയ്യുന്ന വ്യക്തി മറിഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും. പിന്നെ വരുന്നത് മുദക്കർ. മുദക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ, പുല്ലിംഗം. ഈ ഒരു മൂന്ന് കണ്ടീഷൻ, ദൊമീറിൽ ഈ മൂന്ന് കണ്ടീഷന്, ഒന്ന് ആണായിരിക്കും, ഒന്ന് മറിഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും, ഏകവചനായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ബി വാവ് ഇൻ കാനത്ത് ഹാ മക്സൂറ. വാവ് വരുന്നത് കസ്രയിലാണ്. മക്സൂറ എന്ന് പറഞ്ഞാൽ അല്ല, മദ്മൂമ ദൊമ്മയിലാണ്. അത് ദൊമ്മ വാവ് മദ്ദില്ലേ, ദൊമ്മ, അതാണ് മദ്മൂമ. രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ദൊമ്മ വാവ്മദിലും, രണ്ടാമത്തത് കെസ്ര യാമദുമാണ്. ബി യാ ഇൻ കാനത്ത് മക്സൂറ. കെസ്ര വരുന്ന സമയത്ത് എന്തായിരിക്കും? യാ ആണെങ്കിൽ അത് കെസ്ര, യാമദ്, ആ ഒരു രീതിയിലാണ്. പക്ഷെ അതിനൊരു ഷർത്ത് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു നിബന്ധന ഉണ്ട്. ആ നിബന്ധന എന്താണ്? ബൈനൽ മുതഹരിക്കൈൻ എന്നാണ്. ഇൻ തഖഅ ബൈന മുതഹരിക്കൈൻ എന്നാണ്. എന്താണ് നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വരാക്ഷരങ്ങൾക്കിടയിൽ വരുന്ന സാഹചര്യത്തിലായിരിക്കണം. അതായത് ഈ മദ്
സില ഓക്കെ, സില നമ്മൾ എപ്പോഴും പക്ഷെ മദ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു ഷർത്ത് ഉണ്ടായിരിക്കണം. അതായത് രണ്ട് ഹറക്കത്തിനിടയിലായിരിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉദാഹരണം കണ്ടാൽ മതി. നിങ്ങൾ താഴത്ത് വന്ന ഉദാഹരണം കാണുന്നുണ്ടല്ലോ അല്ലെ? ഇന്നഹു അല വജ്ഹിഹി ലഖാദിർ. ഇന്നഹു എന്നുള്ള അവിടെ ഒരു ഹാഇനെ കാണുന്നുണ്ടല്ലോ, ഹു എന്നുള്ള. ഞാൻ നേരത്തെ പറഞ്ഞുണ്ടു ബി വാവ് ഇൻകാനത്ത് മദ്മൂമ. ഇവിടെ ദൊമ്മ വന്നു, അപ്പൊ വാവാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർത്ത് പറയുന്നുണ്ട്. അതായത് മദ് സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഈ ദൊമീറിന്റെ മുമ്പിലും പിമ്പിലും, അതായത് അപ്പുറം ഇപ്പുറം വരുന്ന അക്ഷരത്തിന് നിർബന്ധമായിട്ടും ഹർക്കത്ത് നൽകിയിരിക്കണം. ഇവിടെ നോക്കൂ, ഇന്നഹു എന്നുള്ള നൂനിന് ശബ്ദ ഫത്ഹ വന്നിട്ടുണ്ട് അല്ലെ? അല എന്നുള്ളത് ഐൻ, അതിന് ഫത്ഹ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും അത് ലൊമീറിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്ക് എന്ത് വന്നിട്ടുണ്ട്? ഹർക്കത്ത് നൽകിയിട്ടുണ്ട്. അത് നിർബന്ധമാണ്. ഹർക്കത്ത് നൽകിയിട്ടില്ലെങ്കിലും മദ്ദുസില സംഭവിക്കില്ല. എന്തായിരിക്കും? ലൊമീർ ആയിരിക്കും അത്. പക്ഷെ മദ് സംഭവിക്കില്ല. മദ് സംഭവിക്കണമെങ്കിൽ നിർബന്ധമാണ്, ഷർത്ത് ബൈനൽ മുത്തഹരിക്കൈനാണ്, രണ്ട് ഹർക്കത്തിനിടയിൽ. അപ്പോ ഇന്നഹു എന്നുള്ളിടത്ത് അപ്പുറപ്പുറം. അതേപോലെ ഹി എന്നുള്ള ഐന് കസ്ര വന്നു, ലാമിന് ഫത്ഹ വന്നു, അതിന്റെ ഇടയിലാണ് എന്ത് വന്നത്? ദൊമീർ വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു കുഞ്ഞു വാവും പിന്നെ ഒരു യാന്റെ ചെറിയൊരു വാലറ്റവും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മദ് കൊടുക്കണം. അതല്ലാത്ത കേസും ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് മദ്ദുസില എന്ന് പറഞ്ഞാൽ ഹുവ സിലത്തു ദൊമീർ, ചേർക്കാൻ ഉപയോഗിക്കുന്ന ലിങ്ക്, കണക്ഷൻ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയാണ്, ഞാനിപ്പോ എന്നെ കുറിച്ച് പറയാണ് യാസർ, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ കുറിച്ച്, അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കൾ സംസാരിക്കുകയാണ്, പിന്നെ ഒരാളെ കുറിച്ചിട്ട്, എന്റെ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേര് പിന്നെ ഇന്നതാണ്, അല്ലെങ്കിൽ എന്റെ മോന്റെ പേര് റയ്യാൻ എന്നാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ റയ്യാന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, റയ്യാന് സൈക്കിൾ ഉണ്ട്, റയ്യാന് ബുക്ക് ഉണ്ട്, റയ്യാന് അതുണ്ട്, അങ്ങനെയല്ലല്ലോ പറയാം. പിന്നെ നമ്മൾ പറയാ റയ്യാൻ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓനിലേക്ക് ചേർക്കുക ചെയ്യുക അല്ലെ? അതാണ് മദ്ദുസില എന്ന് പറഞ്ഞത്. ഓൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഓനക്ക് സൈക്കിൾ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഓനക്ക് സ്കൂട്ടർ ഉണ്ട് കേട്ടോ, അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. അപ്പൊ അതിൽ കണക്ട് ചെയ്യാൻ അല്ലെ? അതാണ് എന്ത് ഈ ഒരു പിന്നെ സില ദൊമീർ എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു വ്യക്തി, പിന്നെ ആ വ്യക്തി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പിന്നെ ഒരു വ്യക്തിനെ കുറിച്ച് മുഫ്രദായിരിക്കും എന്ന് പറഞ്ഞത് അതാണ്. മുഫ്രദായിരിക്കും, ഗായിബായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ അവിടെ ഇല്ല. എന്താണ്? അത് മറഞ്ഞു നിൽക്കാണ്. പിന്നെ നമ്മൾ ആ വ്യക്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. പിന്നെ മുദക്കറായിരിക്കും, അത് ആണുമായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ. പിന്നെ അവസാനത്തെ ഷർത്ത് ബൈനൽ മുത്തഹരിക്കൈനി എന്നാണ്, അത് മറന്നു പോവാ. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഈ രണ്ട് കാര്യങ്ങളും. ഓക്കെ, ഇനി അക്സാമു മദ്ദുസില. മദ്ദുസില എന്തുണ്ട്? മദ്ദുസില പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ? വിഭാഗങ്ങൾ, രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് വരുന്നത് മദ്ദുസില കുബ്രയാണ്. മദ്ദുസില കുബ്ര എന്ന് പറഞ്ഞാൽ ഈ സില, അതായത് ദൊമീറിന് ശേഷം ഹംസ വരികയാണെങ്കിൽ അത് സില കുബ്രയായി. മനസ്സിലാക്കുക. ദൊമീർ ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ദൊമീർ കഴിഞ്ഞിട്ട് വരുന്ന ഹർഫ് ഹംസയാണെങ്കിൽ ആ ഒരു മദ് സില കുബ്രയായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണം കാണാം. എന്താണ്? മാലഹു അഖ്ലദ. അത് പോലെ ഇലാ ത്വഅമിഹി അന്ന. രണ്ട് ഇതിൽ കണ്ടില്ലേ? ദൊമീറിന് ശേഷം ഹംസ വന്നു രണ്ട് സ്ഥലത്തും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് സില കുബ്രയാണ്. പിന്നെ വേറൊന്ന് വരുന്നത് സില സുഹറയാണ്. സില സുഹറിന് സിമ്പിൾ ആണ്. കാരണം എന്താണ്? ശേഷം ഹംസ വരുന്നില്ല. ഈ ദൊമീറിന് ശേഷം ഹംസയല്ലാത്ത വാക്കുകളായിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സില സുഹറയുമായിരിക്കും. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അടുത്തയിലേക്ക് പോകാം. വാവിന്റെ മേലൊരു മദ് ആണ്. ഓക്കെ, വാവിന്റെ മേലൊരു മദ്ദിന്റെ അടയാളം കാണുന്നത് അത് അസാധാരണ മദ്ദാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അലാമത്താണ് അല്ലെ? മാലഹു എന്നുള്ള വാവിന്റെ മുകളിലല്ലേ നിങ്ങൾ ചോദിച്ചത്? ഓക്കെ, അത് അസാധാരണ മദ്ദാണ്, മദ് ഫറഈയാണ്. അപ്പൊ മദ് ഫറഈന് സാധാരണയിൽ കവിഞ്ഞ് കൂട്ടണല്ലോ. അപ്പൊ അതിനുള്ള അലാമത്താണ് അത്. തായത്തും അങ്ങനെ തന്നെയാണ്. ആ യാന് കസ്ര യാ മദിന്റെ മുകളിൽ ചെറിയൊരു അലാമത്ത്, കാരണം അത് ഫറഈ ആയിട്ടുള്ള മദ്ദാണ്. അതുകൊണ്ടാണ് ആ അലാമത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ദൊമീർ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്.
വാവു ലമീർ ഇല്ല, ഹാവു ലമീർന്ന. ഹ ആണ്. വാവല്ല. ഹു ലഹു എന്നുണ്ട്. ത്വആമിഹി എന്ന് അതൊരു വ്യക്തിനെ സൂചിപ്പിക്കാൻ പറയുന്നതാണ്. ഇപ്പൊ മെഹറുനിസ താത്ത എന്ന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ മെഹറുനിസ താത്തനെ കുറിച്ച് പറയുമ്പോൾ മെഹറുനിസ താത്ത, പിന്നെ ഞാൻ മെഹറുനിസ താത്ത നമ്മൾ അങ്ങനെ പറയലില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മള് ലഘു എന്ന് പിന്നെ പറഞ്ഞു, ലഘു അത് അല്ലെ. അതെ അതെ. ലഘു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് വാവ് ഇട്ട് കൊടുക്കണം എന്തിനാ അവിടെ? അതില്ലാതെ പറ്റൂല. അല്ല, അത് അവിടെ മദ്ദാണ്. മദ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ആഹു ദൊമീറിന്റെ മുമ്പും പിമ്പും ഉള്ള ഹർഫിന് ഫത്ഹ വന്നിട്ടുണ്ട്. അത് ബൈനൽ മുത്തഹരിക്കൈനാണ്. രണ്ട് ഹർക്കത്തിന്റെ ഇടയിലാണ് ലൊമീർ വന്നത്. ലൊമീർ രണ്ട് ഹർക്കത്തിന്റെ ഇടയിൽ വന്നതുകൊണ്ട് അവിടെ മദ് സംഭവിക്കും. പക്ഷെ പിന്നെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഹർക്കത്തില്ല, സുക്കൂനാണ്, അങ്ങനെയാണെങ്കിൽ അത് മദ്ദായിരിക്കില്ല, പക്ഷെ ദൊമീർ ആയിരിക്കും. പക്ഷെ മദ്ദിന്റെ കൂട്ടത്തിൽ അതിനെ ഗണിക്കൂല. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇവിടെ ഒന്ന് വാവിന്റെ മീതെ വാവിന്റെ സിമ്പല് വരുന്നു, മറ്റേത് വേറൊരു സിമ്പലാണ്. അതെ, അത് എന്താ? യാന്റെ ആണ്. യാ എഴുതൂലേ, യാന്റെ ഇതാണ്. ഖുറാനിൽ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ യാ അങ്ങനെയാണ് എഴുതുക. ചെറിയ സൂറത്തിൽ, ഏതോ ഒരു സൂറത്തിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, യാന് പകരം. അത് യാന്റെ വാലായിട്ടാണ് വരുന്നത്. അതെ അതെ. അപ്പൊ അത് അവിടെ യാ വരുന്നത് അവിടെ മുഅന്നസ് ആയതുകൊണ്ടാ? അല്ലല്ലോ, മുഅന്നസിന്റെതല്ലല്ലോ. മുഅന്നസ് അല്ല ഇത്. ഇവിടെ ഈ കെസ്റായതുകൊണ്ടാണ്. കെസ്റ യാമദാണ്. കെസ്റ യാമദ് ആയതുകൊണ്ടാണ് യാന്റെ സിമ്പല്. അതെ അതെ, രണ്ട് കേസിലാണ് വരുന്നുള്ളൂ. മറ്റേത് ലം ആയതുകൊണ്ട് വാവിന്റെ വരുന്നു, ഹു ഹി എന്നുള്ള അതാണ് മദ്. രണ്ട് മദ്ദാണ്. ദൊമീറില് പിന്നെ ദൊമ്മ വാമദും കെസ്റ യാമദും ആണുള്ളത്. ഫത്ഹ അലിഫ് മദ് ഇല്ല. ഇല്ല. ഇത് ഒരു വ്യക്തിയാണല്ലോ. ഈ ഹ എന്ന് പറയുന്നത് ഈ ഹാനെ വേറൊരാളിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. എന്നുള്ള വ്യക്തി. അതെ അതെ, ആ വ്യക്തിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആ വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സർവനാമാണ് ഇത്. പക്ഷെ ഇത് മദ്ദായിട്ട് മാറണമെങ്കിൽ ആ ഹാന്റെ അപ്പുറം ഇപ്പുറമുള്ള അക്ഷരത്തിന് എന്ത് വേണം? ഹർക്കത്ത് വേണം. ഇവിടെ ഹർക്കത്ത് ഉണ്ട്. ഇനി ഹർക്കത്ത് ഇല്ലാത്തത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഹർക്കത്ത് വേണം. പിന്നെ ഇതിന് ശേഷം ഹംസ വന്നത് കൊണ്ട് അത് ഫറഈ ആയിട്ട് വരും. അതെ അതെ, സില കുബറയായി. അത് അവിടെ കൂടുതൽ നീട്ടണം. എത്ര നീട്ടണം എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാം. അതിന്റെ തെഹജി പറയാം. അപ്പൊ നേരെ സില സൂറ വരികയാണെങ്കിൽ സെയിം തന്നെയാണ്. പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് അസാധാരണ മദ്ദിലേക്ക് പോകുന്നില്ല, പകരം സാധാരണ മദ്ദിലേക്കാണ്. മദ് തൊബഈയായി ഹർക്കത്തെ. ഓക്കെ, സുഹൈൽക്കാര് വേറെ ആരോ? എനിക്കൊരു സംശയമുള്ള, ഇപ്പം ഹർക്കത്തുള്ള രണ്ട് അക്ഷരങ്ങളുടെ ഇടയില് ലമ്മ അല്ലെങ്കിൽ കെസർ വന്നാൽ അത് എല്ലായിടത്തും ഇത് സുഹൈൽക്ക ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ പിന്നെ എല്ലാ ഈ ഹാവും സിലയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. ഏത്? പിന്നെ ദൊമീർ എപ്പോഴും എന്തായിരിക്കണം? ഒരു കണ്ടീഷൻ ഉണ്ട്, രണ്ട് ഹർക്കത്തിൻ്റെ ഇടയിലായിരിക്കണം. രണ്ട് ഹർക്കത്തിൻ്റെ ഇടയിലാണെങ്കിൽ എന്തായിരിക്കും? അത് ദൊമീർ ആയിരിക്കും, മദ് സില സംഭവിക്കും. പക്ഷെ ദൊമീർ തന്നെ മദ് സംഭവിക്കില്ല ചിലപ്പോൾ. അപ്പം എന്തായിരിക്കും കാരണം? ഒന്നുകിൽ ഈ ബൈനൽ മുത്തഹരിക്കൈനായിരിക്കില്ല. പിന്നൊരു കേസ് വരുന്നത് പിന്നെ എന്താണ്, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പുരുഷൻ, അദൃശ്യൻ, അതേപോലെ ഏകവചനം എന്നുള്ള ആ ഒരു കണ്ടീഷനും കൂടി ഇതിൽ നോക്കും. ആ കണ്ടീഷനും ഒക്കെ ആണെങ്കിൽ ഇത് സംഭവിക്കുള്ളൂ. അല്ലാത്തത് എന്താവില്ല, പിന്നെ ഇത് വരൂല. പിന്നെ ഈ എല്ലാ വാക്കിൻ്റെ അവസാനത്തിലും വരുന്ന മിക്കവാറും ദൊമീർ തന്നെ ആയിരിക്കും. പക്ഷെ അത് മദ്ദാവാതിരിക്കാൻ നമ്മൾ ഈ പറഞ്ഞ ഷർത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ പിന്നെ എന്ത് വരാത്തത്, മദ് സില സംഭവിക്കാത്തതും കാരണം. അപ്പോൾ ഏകദേശം ഈ ദൊമ്മ കെസ്റ ഒക്കെ എന്തായിരിക്കും? ദൊമീർ തന്നെ ആയിരിക്കും.
ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുന്നത് ഏകദേശം ഞാൻ ഖുറാനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ഫത്ഹ ഉള്ളതിന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ലൊമ്മയും കെസറയുള്ള കേസിൽ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹ ആണ്. അതായത് സിലയാണ്, മറ്റൊന്നിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ആളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതിന് പകരം അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്, ബന്ധപ്പെടുത്തുകയാണ്, യോജിപ്പിക്കുകയാണ് ചെയ്യുക. അതിന് ഉപയോഗിക്കുന്ന ഹ ആണ് എന്ന് മനസ്സിലാക്കുക. അത് തന്നെ മദ്ദായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഹർക്കത്തിൻ്റെ ഇടയിൽ വന്നാൽ മാത്രമേ അത് എന്ത് സംഭവിക്കുകയുള്ളൂ? മദ് സംഭവിക്കുകയുള്ളൂ. 2 ഹർക്കത്തിൻ്റെ ഇടയിലല്ലെങ്കിൽ അത് മദ്ദു ആവൂല. അതായത് ഈ ഹാദോമിൻ്റെ തൊട്ട് മുമ്പ് ഇപ്പോൾ കെസ്ര യാമദ് ഹാദോം ആണെങ്കിൽ എന്ത് സംഭവിക്കൂല? അവിടെ മദ് സംഭവിക്കൂല. അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേറെ പിന്നെ ഹാദോമിന് ശേഷമുള്ളതിന് അംസത്ത് വസ്സലോ അങ്ങനെ ഏതെങ്കിലും വരികയാണെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കില്ല? മദ് ഉണ്ടാവില്ല, ദൊമീറായിരിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഇതിന് നമുക്ക് വേഗം കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൊമ്മയും കസ്രയും ഒക്കെ ഭൂരിപക്ഷവും ഏകദേശം ഒരു 90% തന്നെ എന്ന് പറയാം എന്താണ് ദൊമീർ തന്നെയാണ്. പക്ഷെ അവിടെ മദ് വരാതിരിക്കാൻ കാരണം മുകളിൽ പറഞ്ഞ കണ്ടീഷനുകൾ ഒക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഈ അറബി പദത്തിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ നമുക്കപ്പം ഈ ഖുർആനിൽ ഓതുമ്പോ ഇത് തിരിച്ചറിയാനുള്ള അതിലെല്ലായിടത്തും അലാമത്ത് ഇട്ടിട്ടുണ്ടാവും. അലാമത്ത് നോക്കിയിട്ട് തന്നെ തിരിച്ചറിയാം. അതെ അലാമത്ത് നമ്മളെ കേസിൽ നമുക്ക് അലാമത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ അത് ഏകദേശം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് അതെന്തായാലും നമുക്കൊരു ആയത്ത് വായിക്കുമ്പോൾ ഒരു ഇത് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, നമ്മളൊരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയില്ലല്ലോ, പിന്നെ അവരിലേക്ക് ചേർത്ത് പറയാണല്ലോ ചെയ്യാ. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോ തന്നെ അത് ഏകദേശം മനസ്സിലാവും ഇത് ദൊമീറാണ് എന്നുള്ളത്. അല്ലാത്ത ഹാഇനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണ്ട. അത് മാത്രല്ല ദൊമീർ തന്നെ മദ് സംഭവിക്കണമെങ്കിൽ 2 ഹറക്കത്തിന്റെ ഇടയിലും ആയിരിക്കണം. ഹറക്കത്തല്ലാത്തത് എന്താവില്ല, മദ്ദാവും ചെയ്യില്ല. ഇതിനൊരു ഉദാഹരണം ഞാൻ താഴെ കാണിച്ചു തരാം, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അത് സാറ് പറഞ്ഞില്ലേ എന്താണ് ഈ ഹാമീറിന് ശേഷം പിന്നെ ഇത് വരണില്ലേ, ഹംസ വരണം എന്നല്ല പറഞ്ഞത്? അതെ, ഹംസ വന്നു കഴിഞ്ഞാൽ അസാധാരണ മദ്ദായി, അതന്നെ ഫറയായിട്ടുള്ള ആ മദ്ദിന് പറയുന്ന പേരാണ് സില കുബ്ര എന്ന്. അപ്പൊ വന്നിട്ടില്ലെങ്കിൽ സോറ എന്നുള്ള ഇതുണ്ടല്ലോ, മദ് സില സോറ. അപ്പൊ അതില് മദ് ചെയ്യണ്ട? മദ് ചെയ്യണം, ത്വബഈയായി സാധാരണ മദ്, സാധാരണ ഇതില് മദ് മതില്ലേ? അതെ. മാലഹു വമാ കസബ് അല്ല, മാലഹു വമാ കസബ് നേട്ടേണ്ടി വരും അല്ലേ? ത്വബഈയായിട്ടുള്ള സാധാരണ മദ്ദിൽപ്പെട്ട ഒരു മദ്ദാണ് സില സുഗറ. മനസ്സിലായി. ഓക്കെ. ഇനി ഇതിന്റെ മിഖ്ദാറ് നമ്മളെ മുൻഫസിലിന്റെ അതേ സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ 2 രീതിയിൽ പറയുന്നുണ്ട്. അർബഅ ഹംസ ഹർക്കാത്ത് തുൽഹഖു ബി മദ് മുൻഫസ് വ തുൽഹഖു, അല്ലെങ്കിൽ മുൻഫസിലിന്റെ അതേ, അതായത് 2, 4, 5 എന്നുള്ളതാണ് അതിന്റെ ഇത് വരുന്നത്. മാലഹു അഖ്ലദ് എന്നുള്ളത് മാലഹു അഖ്ലദ, അവിടെ അതിന്റെ അതിങ്ങനെ ഇതാക്കിയിട്ട് എഴുതി ചേർത്ത് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാ എന്നുള്ളത് കാണിച്ചു തന്നതാണ്. പിന്നെ ഇപ്പുറത്ത് ഒരു ഭാഗത്തുള്ളത് ആയത്ത്, അത് ഇപ്പുറത്ത് എഴുതി കാണിച്ചത് പാരായണം ചെയ്യുമ്പോൾ മാലഹു അഖ്ലദ ഇലാ ത്വഅമിഹി അന്ന. ഓക്കെ, അതൊരു ഉദാഹരണമായിട്ട് കാണിച്ചതാണ്. ഇത് മദ് മുൻഫസിൽ മാതിരി ഉണ്ടല്ലോ. അതെ, മുൻഫസിലിന്റെ അതേ തന്നെയാണ്. പക്ഷെ മദ്ദിന്റെ പേര് പറയുമ്പോ മദ് മുൻഫസിൽ എന്നല്ല പറയാ, മദ് സില കുബ്ര എന്നാണ് പറയാ. ഓക്കെ, ഇവിടെ മദ് സില കുബ്ര സംഭവിക്കുന്നത് എങ്ങനെയാന്ന്? ദൊമീർ 2, അത് കെസ്റ ഉണ്ട്, ദൊമ്മ വാമദ് ഉണ്ട്. അതിന്റെ ശേഷം ഹംസ വരണം. ഹംസ വന്ന അടുത്ത പദത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സില കുബ്ര വരും. ഇത് വന്നിട്ടില്ലെങ്കിൽ, ഹംസ വന്നിട്ടില്ലെങ്കിൽ അവിടെ സില സുഗറയും വരും. ഇനി മദ് സില സുഗറ ഹർക്കത്തൈൻ എന്നാണ്. അപ്പൊ വല
തദുറൂനഹു ഷൈഅ. അപ്പൊ തദുറൂനഹു ഹാ ദമ്മ വാവ് മദ് സില സുഗ്റ, അല്ലെങ്കിൽ മദ് സില സുഗ്റ ഹർക്കത്തൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാ ദമ്മ വാവ് മദ് സില സുഗ്റ എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. അത് നിങ്ങളെ ഇതുപോലെ മദ് സില സുഗ്റ ഹർക്കത്തൈൻ എന്ന് പറയാം, ഹാ ദമ്മ വാവ് മദ് സില സുഗ്റ ഹർക്കത്തൈൻ എന്നും പറയാം. വല തദുറൂനഹു ഷൈഅ ഹാ ദമ്മ സില സുഗ്റ ഹ ദമ്മ മദ് സില സുഗ്റ ഹർക്കത്തൈൻ ഹു എന്ന് തഹജി പറയാം. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് നോക്കാം. മദ് സില സുഗ്റയ്ക്ക് തന്നെ അടുത്തൊരു ഉദാഹരണമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ പിന്നെ മാലകും മിൻ ഇലാഹിൻ ഗൈറു അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്തില്ല, മദ് വരൂല. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ സുഹൈൽക്കാക്ക പാരായണം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ ഒരു കേസാണ്. അവിടെ നമ്മൾ ഈ ഒരു സില സുഗ്റയാണ്. നേരത്തെ സുഹൈൽക്കാക്ക പാരായണം ചെയ്ത് കൊടുത്ത് സില സുഗ്റയായിരുന്നു. നേരെ മറിച്ച് ഹാദുമ്മ വാമദ് ആണെങ്കിൽ എന്തല്ല, അവിടെ സുക്കൂന് നൽകിയിട്ടല്ല, മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. സില സുഗ്റ കുബ്ര ഒക്കെ ആണെങ്കിൽ അവിടുന്ന് തൊട്ട് അടുത്ത ഇതിലാണ് ഹംസ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാന് സുക്കൂന് നൽകിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നോർമൽ കേസാണ് ഹാ ദമ്മ വാമദ് തന്നെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, വഖഫ് ചെയ്യുമ്പോൾ ഗൈറുഹു എന്നായിരിക്കും. ഇവിടെ സില സുഗ്റയാണ്, സാക്കിന സുക്കൂന് നൽകിയിട്ട. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അപ്പുറത്തേക്ക് ബൈനൽ മുതഹരിക്കാനൊന്നുമില്ല, അവിടെ നമ്മൾ വഖഫ് ചെയ്യുക സുക്കൂന് നൽകിയിട്ട്. അപ്പൊ അവിടെ എന്തില്ല, ഈ ഒരു നിയമം ബാധകമല്ല. അതായത് സില സുഗ്റ അല്ലെങ്കിൽ കുബ്ര എന്നുള്ള ആ ഒരു നിയമം ബാധകമല്ല. ഓക്കെ, ഒരു സംശയം ഇതില്ലേ, ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ തന്നെ ഇതാണ്. ഇപ്പൊ നമ്മൾക്കിപ്പം ഗൈറുഹു അതില്ലെങ്കിൽ അതിന്റെ അറബി അർത്ഥം അറിയുന്നില്ല എന്ന് നോക്കാം. ഇത് ഹാ ലമ്മ വാവ് മദ്ദ ആണോ അല്ല ഇപ്പൊ പഠിക്കുന്നതാണോ നമുക്ക് തിരിച്ചറിയാനുള്ള ഇതെന്താ? അത് ഈ പിന്നെ സിലയുടെ വാവും യാവും വേറെ രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ യാമദിന് നമ്മൾ നോർമൽ കേസിലെ യാമദ് എങ്ങനെയാണ്, യാ എന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഗൈറുഹു എന്നുള്ള വാവുമദ്, നോർമൽ വാവുമദ് നിങ്ങൾ ഇതിലില്ല, ഇതിലെവിടെയും കാണുന്നില്ല. നോർമൽ വാവുമദ് ശരിക്കുള്ള വലിയ വാവ് എന്നാണ് എഴുതുക. ഈ വാവ് ഒരു കുഞ്ഞു വാവായിരിക്കും, കുഞ്ഞു യാവും കുഞ്ഞു വാവും. അപ്പോ അത് പഠിക്കാത്ത ആളുകൾക്കും അതിൽ നിന്ന് ആലാമത്ത് നോക്കിയിട്ട് നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണെന്നുള്ള അറിഞ്ഞ ആളുകൾക്ക്. ഇപ്പൊ സുഹൈൽക്കാക്ക് ഈ വിഷയം അറിയുന്നത് കൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത ആൾക്ക് ചിലപ്പം മനസ്സിലായിക്കൊള്ളുന്നില്ല. ഖുർആനിലെ അലാമത്തുകൾ നമുക്ക് പാരായണം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അലാമത്തുകൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് അത് നോക്കിയിട്ട് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് അത് ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വൗമദ്ദും ഈ സിലയും രണ്ടും രണ്ടാണ്. ഇനി നമുക്ക് നോക്കാം. ഞാൻ ആയത്തുൽ കുർസി ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കൂ, വഖഫിന്റെ കാര്യം പറയാ, വഖഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അവിടെ വഖഫ് ചെയ്യുന്നത് ഗൈറു സാക്കിനയായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെന്തില്ല, തുടർന്ന് അങ്ങോട്ട് പോകാൻ അവിടെ ഹർക്കത്തും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഹാന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഒരു റൂൾ എന്താണ്, മദ്ദുസില അല്ലെങ്കിൽ മദ്ദുസില പിന്നെ മദ്ദുസില സംഭവിക്കണമെങ്കിൽ ഈ ഹാ ദൊമീർ രണ്ട് ഹർക്കത്തിന്റെ ഇടയിൽ വരണം. രണ്ട് ഹർക്കത്തുള്ള അക്ഷരത്തിന്റെ ഇടയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വഖഫ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പിന്നെ ഒന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് തൊട്ടപ്പുറത്ത് ഒന്നുമില്ലാത്തത് കൊണ്ട് അതെന്തായി മാറി, നോർമൽ സുക്കൂനുള്ള ഇതായിട്ട് മാറി. മദ് സില എന്നുള്ള കണ്ടീഷൻ നിന്ന് അത് പോവാണ്. മദ് സില അതെ ഹാ സാക്കിനയായിട്ടാണ് ചെയ്യേണ്ടത്, വഖഫ് ചെയ്യേണ്ടത്. അത് ഈ ഒരു കേസിലാണ് കേട്ടോ. അതായത് സിലന്റെ മാത്രം മദ് സില സുഗ്റ കുബ്ര ഏതായിക്കോട്ടെ. നേരെ മറിച്ച് നോർമൽ കേസിലെ ഹാ ദൊമ വാമദ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അതിപ്പോ സുഹൈൽക്കായ ചോദിച്ചമാരെ ഈ വാവ് ചെറിയ വാവായിരിക്കും. ഖുർആൻ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആയത്തുൽ കുർസി ഇതിൽ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് നോക്കാം അതിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഇത് നോക്കുമ്പോൾ വത്തഹദു എന്നുള്ള ഇദാൽ ദൊമ വാമദ് എഴുതിയ നോക്കൂ നിങ്ങൾ, വലുതായിട്ടാണ് എഴുതിയത് അല്ലെ, ഇദാൽ ദൊമ വാമദ്. നേരെ മറിച്ച് ഇവിടെ തൊട്ടപ്പുറത്തുള്ള വാവ് നോക്കൂ നിങ്ങൾ, ഒരു ചെറുതാണ്. ആ രണ്ട് വ്യത്യാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വത്തഹദു എന്ന് ശരിക്കുള്ള വാവ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ സിലയാണെങ്കിൽ അവിടെ ചെറിയൊരു വാവാണ് കൊടുക്കുക. അത് പിന്നെ എന്താണ് അതിനനുസരിച്ച് മാറും. അതേപോലെ യാമദ് നോർമൽ കേസിലെ യാമദുകളൊക്കെ എങ്ങനെയായിരിക്കും,
ഇതിൽ അത് യഖ്ലുഖു എന്നുള്ള വാവ്മദ് കാണുന്നുണ്ട്, പിന്നെ യാമദ് ഇതിലില്ല. പക്ഷെ ഈ യാന് ഇവിടെ എന്താണ്, ഈ സിലയുടെ യാമദ് വേറൊരു രീതിയിൽ തന്നെ എഴുതിയത്. അപ്പൊ അത് നമുക്ക് ഇത് സിലയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ഹാലോമീറാണ്, ആ ഹാലോമീറിന് ശേഷമുള്ള ഇത് സിലയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇത് കൂട്ടി ഓടുന്നില്ല, അവിടെ നിർത്താണ്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ചേർത്ത് ഓതുകയാണെങ്കിൽ മിൻ ദൂനിഹി ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈആ എന്ന് പോവാ. നേരെ മറിച്ച് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വത്തഖദൂ മിൻ ദൂനിഹി എന്ന് സുക്കൂന് നൽകിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് മദ് സില. ഇപ്പൊ എങ്ങനെ ഹാ കെസ്ര യ മദ് സില കുബ്ര ജായിസ് ഇസ്നാൻ ഔ അർബ ഔ ഹംസ ഹറകാത്ത്, പിന്നെ ഹംസ ഫത്ഹ ആ. അടുത്ത ശേഷം കാരണക്കാരനായ ഹംസയും കൂടി പറയണം അതിനുശേഷം, അപ്പോഴാണല്ലോ അത് ഇതാവുക. അപ്പൊ ഇതിന്റെ തെഹജി ഇങ്ങനെയാണ് പറയാം. നേരത്തെ മുംഫസിലിന്റെ അതേ സംഭവം തന്നെയാണ്, പക്ഷെ മദ്ദിന്റെ പേര് മാറുന്നുണ്ട്. മദ് സില കുബ്രയായിട്ട് മാറും. മുംഫസിലിന്റെ അതേ ഹുക്കുമുകളാണ്, ജായിസ് ആണ്, ഇസ്നാൻ അർബ ഹംസ ഹർക്കാത്താണ്. അപ്പൊ പിന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെയിം ആണ് മുംഫസിലിന്റെ, പക്ഷെ പേര് മാറുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഈ വഖഫ് ചെയ്യുന്നതോടുകൂടി മദ് ക്യാൻസൽ ആവുകയാണ്, മദ് ഇല്ല പിന്നെ. അതാണ് ഈ ഹാ ദൊമീറിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره എന്നുള്ള അതെന്താണ്, ഹാ ദൊമീറാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, വാമദ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്നഹു എന്നുള്ളത് എന്ത് കൊടുത്തിട്ടുണ്ട്, ഇന്നഹു എന്നുള്ള ഇതിന്റെ അത് അള്ളാഹുവിലേക്കാണ് അല്ലെ ചേർക്കുന്നത്. ഇതിൽ ആരിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് ചേർക്കുന്നത്. അത് അവിടെ എന്താണ് ശരിക്കും, അള്ളാഹുവിലേക്കാണ് ചേർക്കുന്നത്. ശരിക്കും അത് സിലത്തുൽ കുബ്രയാണ് വരേണ്ടത്. പക്ഷെ അവിടെ എന്തുകൊണ്ട് അത് വന്നില്ല? അവിടെ ഹംസ ഉണ്ടല്ലോ അവിടെ, ഇന്നഹു കാന എന്നുള്ള ഓക്കെ സില സുഗ്രയാണ്. ശരിക്കും അവിടെ പിന്നെ ബൈനൽ മുത്തഹരിക്കൈൻ അല്ല, അവിടെ ആ റാഇന് സുക്കൂനാണ് വന്നിട്ടുള്ളത്. റാഇന് സുക്കൂന് വന്നപ്പോ അതെന്ത് സംഭവിച്ചു, അത് എന്താണത്, സില ഹാദമീർ തന്നെയാണ്. പക്ഷെ മദ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു സബബ് വെക്കണം. എന്ത്, രണ്ട് ഹർക്കത്തിന്റെ ഇടയിലായിരിക്കണം. ഇത് പോകുന്നത് അങ്ങോട്ട് അള്ളാഹുലേക്ക് തന്നെയാണ് അല്ലെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് എന്താണ്, പിന്നെ അവനോട് പാപമോചനം അല്ലെ, വസ്തഗ്ഫിർഹു, ആ റബ്ബിലേക്കാണ് വസ്തഗ്ഫിർഹു എന്നുള്ളത് ചേർക്കുന്നത്. പക്ഷെ വസ്തഗ്ഫിർഹു എന്നുള്ളത് ചേർക്കുന്ന സമയത്ത് ഇവിടെ എന്ത് കൊടുക്കുന്നില്ല, മദ്ദാക്കുന്നില്ല. മദ്ദാക്കാതിരിക്കാൻ കാരണം നേരത്തെ പറഞ്ഞത് ബൈനൽ മുത്തഹരിക്കൈൻ, രണ്ട് ഹർക്കത്തുള്ള അക്ഷരം. അത് ഫത്തയാവും കെസ്റയാവും ലൊമ്മയാവാം. പക്ഷെ സുക്കൂൻ എന്തല്ല, ഹർക്കത്തിൽ പെടൂല. അപ്പൊ അതെന്തല്ല, അത് സില സംഭവിച്ചില്ല. പക്ഷെ ഇന്നഹു കാന എന്നുള്ള അതും എങ്ങനെയാണ് പറഞ്ഞത്, നിശ്ചയമായും അള്ളാഹു ഇന്നഹു കാന, അവൻ തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്ന ഇന്നഹു, അവിടേക്കാണ് വീണ്ടും അള്ളാഹുവിലേക്ക് എന്നാണ് പോകുന്നത് ഇന്നഹു എന്നുള്ള. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പിന്നെ സില സംഭവിച്ചിട്ടുണ്ട്, സില സുഗ്ര സംഭവിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് സംഭവിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ, വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. അതായത് ഇത് ശരിക്കും എന്താണ്, ഹാ ദൊമീർ തന്നെയാണ്, വസ്തഗ്ഫിറുഹു എന്നുള്ളത് ഹാ ദൊമീർ തന്നെയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, മദ് സംഭവിച്ചിട്ടില്ല. മദ് സംഭവിക്കാതിരിക്കാൻ കാരണം ബൈനൽ മുത്തഹരിക്കൈൻ അല്ല അവിടെ. അതുകൊണ്ടാണ് അതെന്താകാത്തത്, ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറിപ്പോയത്. ഇന്നഹു കാന തൗവാബ എന്ന് പറഞ്ഞത് ഇന്നഹു എന്നുള്ളത് ഹാ ദൊമീർ വന്നു. കാരണം നൂനിന് ഷദ്ദ ഫത്ഹ വന്നു, കാഫിനും വന്നു. അപ്പൊ അവിടെ കുഞ്ഞു വാവിട്ട് കൊടുത്തിട്ട് അത് സില സുഗ്രയാണ്. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ മറുനിസത്താത്തട്ടോ ചോദിച്ച മാതിരി ഇത് സില കുബ്രയാവേണ്ടിയിരുന്നു. കുബ്രയാവാതിരിക്കാൻ രണ്ട് ഹർക്കത്തിന്റെ ഇടയിലല്ല. അപ്പൊ അത് എന്തല്ല, മദ്ദല്ല, മദ്ദു സിലയല്ല.
അത് ദൊമീറാണ്. അത് നമുക്ക് എന്താണ് സമ്മതിക്കുക, ദൊമീറാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കും. പക്ഷെ മദ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നിർബന്ധമായിട്ടും വരണം. ഏത് ഈ സബബ് എന്താണ് ക്ലിയർ ആയിട്ട് രണ്ട് ഹർക്കത്തിന്റെ, അതായത് ഫതയോ കസറയോ ദൊമ്മോ നൽകിയ രണ്ട് അക്ഷരത്തിന്റെ ഇടയിലായിരിക്കണം ദൊമീർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കുള്ളൂ? മദ്ദായിട്ട് പരിഗണിക്കൂ. ദൊമീർ ഒക്കെ ആയിരിക്കാം, പക്ഷെ മദ് സംഭവിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ ഫീഹി എന്നുള്ളടത്ത് ഇല്ല, സുക്കൂന് പാടില്ല. മദ്ദു അതിൽ പെടുന്നു. മദ്ദിന് ശേഷം അങ്ങനെ തന്നെ. അപ്പൊ ഫീഹി എന്നുള്ളത് നോക്കൂ നിങ്ങള്. ഫീ എന്നുള്ള യാമദ് ശേഷം കെസ്ര വന്നു. ഇതും എന്താണ്? ദൊമീർ തന്നെയാണ്, പക്ഷെ ലാ യുമദ്, മദ് ഇല്ല. കാരണം എന്താണ്? അത് തൊട്ട മുമ്പില് സുക്കൂനുള്ള യാ ആണ്, മദ് ഹർക്കത്തില്ല. അപ്പൊ അവിടെ ആ ഫീഹി എന്നുള്ളത് അതില് പിന്നെ മദ്ദില് പെടൂല. ഇപ്പൊ ലഹു എന്നുള്ളത് നോക്കുക. ലഹു എന്നുള്ള ലാമിന് ഫത്തയുണ്ട്, മീമിനും ഫത്തയുണ്ട്. അപ്പൊ ആ ലഹു മാഫി സമാവാത്തി വല്ലറിൽ എന്തെങ്കിലും ആവട്ടെ, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സില സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് നിങ്ങൾ നോക്കൂ. ഒരു സുക്കൂനുള്ള ഹർക്കത്ത്. അപ്പോ ലഹു എന്നുള്ള ഫീ അവിടെ എന്താന്നുള്ള ഒരു ഉദാഹരണമായിട്ട് കൊടുത്താണ് വരുന്നത്. ഇപ്പൊ ലഹു എന്നുള്ളത് ശേഷം സുക്കൂനാണെങ്കിൽ ആ ലഹു എന്തല്ല? ഹാദോമീർ അല്ല. സുക്കൂന് ശേഷം ഹാദോമീർ വന്നു, പിന്നെ മീമിന് പത്തേ വന്നാലും അവിടെ എന്തില്ല? മദ് വരുന്നില്ല. ഇത് രണ്ടും മദ് വരൂല, മറ്റോടത്ത് മദ് വരും. ഓക്കെ, ഇവിടെ സെയിം ഇങ്ങനെ തന്നെയാണ്. സുക്കൂന് കസ്ര, മീമ് ബാ കസ്ര, പിന്നെ വരുന്നത് സുക്കൂന്. അങ്ങനെ വരികയാണെങ്കിൽ താഴത്ത് വരുന്ന കണ്ടീഷനിൽ ഒന്നും എന്തല്ല? ദൊമീർ സംഭവിക്കൂല. ഓക്കെ, ലാ യുമദ്ദാണ്. ലഹു എന്നുള്ളടത്ത് ലഹു മാഫി സമാവാത്തി എന്നുള്ള ആ ഫസ്റ്റത്തത് മാത്രമാണ് എന്തായിരുന്നു? മദ്ദു സില സംഭവിക്കുന്നത്. മറ്റേ കേസൊന്നും മദ്ദു സിലയാവൂല. ഇതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇത് നിങ്ങൾ നോക്കൂ. ഇത് പിന്നെ എന്താണ്? ആയത്തുൽ കുർസിയാണ് അല്ലെ? ആയത്തുൽ കുർസി പിന്നെ സുൽഫിക്കർക്കാക്ക പാരായണം ചെയ്യട്ടെ. സുൽഫിക്കർക്കാക്ക നേരെ വയ്യ വന്ന. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ, ബറക്കല്ലാ. ഉഷാറായിട്ട് പാരായണം ചെയ്തത്. ഇത് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് അല്ലേ? നമുക്കറിയാം ആയത്തുൽ കുർസിനെ കുറിച്ച്. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നോക്കൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെ വരുന്നത് നോക്കൂ, ലാ തഖുദുഹു സിനത്തും. അവിടെ രണ്ട് തഖുദുഹു സിനത്തും എന്നുള്ള ദാൽ വമ്മ വാവ് മദ് അല്ലെ? അവിടെ സില സൂറ, അവിടെ സില സൂറയാണ് വരുന്നത്. അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിൽ നോക്കി ലാ തഖുദുഹു എന്നുള്ളടത്ത്, അതേപോലെ ലഹു മാഫി, അവിടെ ലഹു എന്നുള്ളതിൽ ലാമു ഷദ് വന്ന് അത് അങ്ങനെ വന്നിട്ട് അല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് അവിടെ എന്താണ്? സില, മദ് സില തന്നെയാണ്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിഇദ്നിഹി ഹാഇന് സുക്കൂനാണ് നൽകുന്നത്. ചേർത്ത് ഓതാണെങ്കിൽ ബിഇദ്നിഹി യഅലമു മദ് തൊബി, സാധാരണ മദ് സില സൂറയാണ്. തൊബി ആയിട്ടുള്ള മദ് കൊടുക്കണം. ഇൻദഹു ഇല്ല എന്നുള്ള ഹാ ദൊമ്മ സില സൂറക്ക്, ആ സില മദ് സിലക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഹാ ദൊമീറിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, കെസ്രയിലെ ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മദ് എന്തായി? മദ് കുബ്രയായി. അതേപോലെ ഇൽമിഹി ഇല്ല എന്നുള്ളിടത്തും സെയിം മദ് സില കുബ്രയായി. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ, കാണുന്നുണ്ടാവില്ല, ചെറിയതായിട്ടാണ് അല്ലെ? വസിഅ കുർസിയുഹു സമാവാതി. അത് ശരിക്കും എന്താണ്? വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് എന്ന് പറയുന്നത്
എന്തായിരിക്കും? അവിടെ മദ്ദില്ല. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ, കാരണം അവന്റെ കുർസിന്നല്ലേ? മുത്തഹരിക്ക് വരുന്നില്ല. ഇല്ല. എന്താണ് കാരണം? തൊട്ടപ്പുറത്ത് ആരാ വന്നത്? ഹംസത്തു വസ്ല. ഹംസത്തുൽ വസ്ലാണ് വന്നത്. അതെ. സംഭവം അതെന്താണ്? ഹാ ദോമീർ തന്നെയാണ്. പക്ഷെ മദ് സംഭവിക്കാനുള്ള കണ്ടീഷൻ വന്നിട്ടില്ല. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അതെന്താ മുത്തഹരിക്ക പറഞ്ഞു? നിങ്ങൾ നേരെ വൈകി പോയിട്ടാണ്. അതായത് ഈ സില മദ് സില സുഹറ അല്ല സുഹറ കുബ്ര, എന്തായാലും മദ് സില സംഭവിക്കണമെങ്കിൽ രണ്ട് ഹർക്കത്തുള്ള അക്ഷരങ്ങൾക്ക് ഇടയിലായിരിക്കണം ഈ ഹാ ദൊമീർ വരേണ്ടത്. അങ്ങനെ വരുന്ന സമയത്താണ് മദ് സംഭവിക്കുക, അല്ലെങ്കിൽ മദ് സംഭവിക്കില്ല. ഇവിടെ വസിഅ കുർസിയ്യുഹു സമാവാതി എന്നുള്ളടത്ത് ശരിക്കും അത് ഹാ ദൊമീർ എന്നാണ്, അള്ളാഹുലേക്ക് ചേർത്തിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇതിനൊരു ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇവിടെ പൂർത്തീകരിക്കുന്നില്ല. കാരണം ഹാ ദൊമ്മക്ക് മുമ്പേ യാ ഷദ്ദ ദൊമ്മ ഉണ്ട്, ശേഷം വരുന്നത് ഹംസത്തു വസ്ല, ലാം ഷംസിയ, സുക്കൂനാണ് എന്തായാലും. അപ്പൊ സുക്കൂൻ ഉള്ളത് വരുന്നതുകൊണ്ട് അതെന്തായി? ആ ഒരു മദ് കളഞ്ഞു. പക്ഷെ ആ ദൊമീർ തന്നെയാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സുൽക്ക പറഞ്ഞതുപോലെ അവിടെ ഇവിടെ നമ്മള് ഹംസത്തുൽ വസ്ൽ വരുന്ന ഇവിടെ എല്ലായിടത്തും നമുക്കപ്പം ഇത് വരൂലല്ലോ, എന്ത് മദ് വരൂലല്ലോ. ഇല്ല. ശേഷം ഹംസത്തു വസ്ൽ വരികയാണെങ്കിൽ ഈ ദൊമീർ മദ് വരൂല. അത് നമ്മ ഇതിന് അസമാവാത്തി അങ്ങനെ കൺസിഡർ ചെയ്യണ്ടല്ലോ. വേണ്ട. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഈ ഒരു സില മദ്ദു സില ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. മദ്ദു സില എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർത്ത് വെക്കുക. 3 എണ്ണം. ആദ്യം എന്തായിരിക്കണം? ഒന്ന് ഏകവചനമായിരിക്കണം, വായിബായിരിക്കണം, മറിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണല്ലോ നമ്മൾ. ആ പറയുന്ന വ്യക്തി ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ഇല്ലാത്ത പിന്നെ അങ്ങനെ ആയിരിക്കണം. രണ്ടാമത്തത് പുരുഷനായിരിക്കണം. ഈ 3 കണ്ടീഷൻ. പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനൽ മുത്തഹരിക്കൈനാണ്. ഈ ഹാ ദൊമീറിന്റെ അപ്പുറം ഇപ്പുറം ഹർക്കത്ത്, അതായത് ഫത്ഹ കസ്റ ദൊമ്മ, ഏതെങ്കിലും പിന്നെ ഹർക്കത്തുള്ള അക്ഷരങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് മദ് സില സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ മദ് ഉണ്ടാവില്ല. ഹാ ദൊമീർ ആയിരിക്കും, സർവനാമം തന്നെ ആയിരിക്കും, കണക്ട് ചെയ്യാനുള്ള വാക്ക് തന്നെ ആയിരിക്കും. പക്ഷെ മദ് സംഭവിക്കില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ. ഇനി മദ് തൊബഈ. മദ് സാധാരണ മദ് ഫത്ഹ അലിഫ് മദ്, കസ്ര യാ മദ്, ദൊമ്മ വാ മദ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പറയാണ് മദ് തൊബഈ ആയിട്ടുള്ള ഇത്. ഇനി നിങ്ങൾ നോക്കൂ, മദ് മുത്തസിൽ, അത് ഫത്ഹ അലിഫ് മദ് മുത്തസിൽ, കസ്ര യാ മദ് മുത്തസിലുണ്ട്, ദൊമ്മ വാ മദ് മുത്തസിലുണ്ട്. അതേപോലെ മുൻഫസിലും സെയിം, ഫത്ഹയിലും കസ്രയിലും ദൊമ്മയിലും ഉണ്ട്. നിങ്ങൾ ഓർത്തു വെക്കാണ്. മദ് സില സുഹറ, ഹാ കെസ്ര യാ മദ് സില സുഹറയും, ഹാ ദൊമ്മ വാ മദ് സില സുഹറയാണുള്ളത്. ഹാ കെസ്ര യാ മദ് സില സുഹറ ഹർക്കത്തൈൻ, ഹാ ദൊമ്മ, ഫത്ഹ ഇല്ല എന്ന് ഓർത്തു വെക്കുക. സെയിം സില കുബ്രയും അങ്ങനെ തന്നെയാണ്. ഹാ കെസ്ര യാ മദ് സില കുബ്ര ജായിസ് ഇസ്നാൻ അർബ ഹംസ ഹറക്കാത്ത്, ദൊമ്മയാണെങ്കിൽ അങ്ങനെ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ പറയാത്തതോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. ഏതായാലും ഇതാണ് തൂബു ഇല എന്ന് പറയുമ്പോൾ ആ എന്നാണ്, പക്ഷെ എഴുതിയത് യാവു ആണ് അല്ലെ? ഇവിടെ ഇല എന്നുള്ളത് എഴുതിയത് യാ ആണ്, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ആ എന്നാണ്. തൂബു ഇല എന്നാണ്, ഇലല്ല എന്നാണ്. അതിന് പറയുന്ന പേര് അലിഫ് ലയ്യിന എന്നാണ്. ലയ്യിന എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, അതാണ് ഉദ്ദേശം. സോഫ്റ്റ് ആയിട്ടുള്ള അലിഫാണെന്ന് പറയാം. അത് പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്ക് സംശയം പറഞ്ഞിട്ട് യാന്റെയും വാവിന്റെയും മീതെ വരുന്ന. അതെ. അപ്പൊ അതൊന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തഹജി ഇങ്ങനെ വരുന്നുണ്ട്. അലിഫ് ലയ്യിന തുക്തബു യാൻ തുൻതബു അലിഫൻ മത്തൊബി ഹർക്കത്താൻ എന്ന് ആണ് അതിന്റെ ഒരു തഹജി എന്ന് പറയുന്നത്. തുക്തബ് യാൻ തുത്തക്ക് അലിഫൻ വേണം നമുക്ക് ഒഴിവാക്കിയിട്ട് അലിഫ് ലയ്യിന മദ് തൊബി ഹർക്കത്താൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പിന്നെ അത് നമുക്ക് അത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിലാണ് തുക്തബ് യാൻ എഴുത്തില് യാ ആയിരിക്കും, തുൻതക്ക് അലിഫൻ നെത്തില് അലിഫായിരിക്കും എന്ന് നമുക്കതില് അതും കൂടി വേണം ചേർക്കാം. ഓക്കെ. എന്താ മെറുനിസത്താത്ത എന്തുണ്ടോ സംശയം? എന്തുണ്ടോ മെറുനിസത്താത്ത? അതിന്റെ തഹജി ഇങ്ങനെയാണ്. ഇല എന്നുള്ളതാണെങ്കിൽ അലിഫ് ഹംസ കെസ്ര ഇ ലാം ഫത്ഹ
അലിഫ് ലയ്യിന തുക്തബു യാഅൻ തുൻതഖു അലിഫൻ മത്വബി ഹർക്കത്താൻ ലാ ഈ ലാ എന്നാണ്. ഇത് തന്നെ നമുക്ക് വാവിലും കാണാം അല്ലേ? ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. ഹയാത്ത എന്നുള്ളത് നിങ്ങൾ നോക്കൂ അല്ലെ? ഹയാത്ത എന്നുള്ളത് അവിടെ എന്താണ്? ഹയാ എന്നാണ്, പക്ഷെ വാവാണ് വരുന്നത്. അപ്പൊ എഴുതിയത് വാവാണെങ്കിലും അവിടെ ഉച്ചാരണത്തിൽ ആ എന്നാണ് വരുന്നത്. കാരണം അത് ഫത്ഹ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. മറ്റേ ദൊമ്മ വരുമ്പോ സമയത്താണ് ശരിക്കും ദൊമ്മ വാമത്തിലേക്ക് വരിക. ഇവിടെ ഹയാത്ത എന്നുള്ള അലിഫാണ്. അപ്പൊ ഇവിടെയും സെയിം തന്നെയാണ്. യാ ഫത്ഹ അലിഫ് ലൈന തുക്തബു വാവൻ തുൻതഖു അലിഫൻ മത്തൊബി ഹർക്കത്താൻ എന്ന് പറയാം. യാ ഫത്ഹ അലിഫ് ലൈന മദ് തൊബി ഹർക്കത്താൻ എന്നും പറയാം. പിന്നെ ഇതിൽ നോക്കൂ, ഇതില് പിന്നെ ധാരാ ഒരാൾ പാരായണം ചെയ്തോളൂ. ആരോ ഒരാൾക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ഓക്കെ, ഇവിടെ എത്ര അലിഫ് ലൈന വന്നിട്ടുണ്ട്? റഷീദ് സാഹിബ് തന്നെ പറഞ്ഞോളൂ. ഇവിടെ അലിഫ് ലൈന വന്നത് അലിഫ് ലൈന ഇപ്പൊ ഇവിടെ വന്നത് വാവിൻ്റെത്. അപ്പൊ അത് രണ്ടിതിലും വരുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാവിലും കൊടുത്തത്. യാ ഒരുപാട് കാണാം. മൂസ, ഈസ, അങ്ങനെ ഒരുപാട് ഹുദ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അത് കാണാം. വാവ് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അപ്പം ഇതിന് പറയുന്നത് അലിഫ് ലൈന ലാം ഫത്ഹ അലിഫ് ലൈന മത്തൊബി ഹർക്കത്താൻ, തൊബി ആയിട്ടുള്ള മദ്ദിൽപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ ചോദ്യത്തിൽ വരും തൊബി ആയിട്ടുള്ള മദ്ദിന്റെ പേര് പറയാനൊക്കെ പറയും. മദ് തൊബി ആയിട്ട് ഇപ്പൊ എത്ര മദ് തൊബി പഠിച്ചിങ്ങള് ഓർക്കുന്നുണ്ടോ? മദ് തൊബി, മദ് മുത്തസ്സിൽ പഠിച്ചു, മദ് മുഫസ്സിൽ പഠിച്ചു. അത് തൊബി അല്ലല്ലോ, അത് മദ് തൊബി ആയിട്ടുള്ള മദ് വ്യത്യസ്ത പേരുകൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഇപ്പൊ ഇതൊന്ന് അതെന്ത് പണിയാണ്? യാമദ് വാമദ് തന്നെ അല്ലല്ലോ. ഞാൻ ചോദിച്ചപ്പോ മനസ്സിലായില്ല. ഈ മദ്ദിന് പറയുന്നത് അലിഫ് ലൈന മദ് തൊബി അല്ലേ? ഇതൊരു മദ് തൊബിയും അലിഫ് ലൈനും അല്ല. ഞാൻ ചോദിച്ച ബോധ്യം മനസ്സിലാവും. മദ് ഇവളൊന്ന് പെട്ടതാണ്. മദ് ഇത് അലിഫ് ലൈന ഒരു മദ് തൊബിയാണ്. പിന്നെ ഏതുണ്ടോ? മദ് അസ്ലിയും തൊബിയും ഒക്കെ സെയിം തന്നെ. ഇന്ന് പഠിച്ചതില്ലേ? അതെ, അപ്പൊ മൂന്നെണ്ണായില്ലേ? മദ്ദൊക്കെ മൂന്നും മദ് തൊബി എന്നാണ്, പക്ഷെ വ്യത്യസ്ത പേരിലല്ല അറിയുന്നത്. ഒന്ന് മദ് ഇവബ്, അത് മദ് തൊബിയാണ്. മദ് സില സുഗ്റ മദ് തൊബിയാണ്. മദ് അലിഫ് ലയ്യിന അതും മദ് തൊബിയാണ്. മറ്റേ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലേ? കൺഫ്യൂഷൻ ആയോ ഞാൻ ചോദിച്ചതില്? ഈ അലിഫ് ലൈനിന്റെ ഉസ്താദ് തഹജ്ജി പറയൂ ഒരു പ്രാവശ്യം കൂടി. ലാം ഫത്ഹ അസ്സലാത്ത ലാം ഫത്ഹ അലിഫ് ലയ്യിന തുക്തബ് വാവൻ തുൻതഖു അലിഫൻ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് അതിന്റെ നിയമം കൂടി പറഞ്ഞത്. എഴുത്തിൽ വാവായിരിക്കും, ഉച്ചാരണത്തിൽ അലിഫ് ആയിരിക്കും എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ലാം ഫത്ഹ അലിഫ് ലയ്യിന മദ് തൊബി ഹർക്കത്താൻ അസ്സലാ. ഞാൻ അതെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ലാം ഫത്ഹ അലിഫ് ലയ്യിന തുക്തബു വാവൻ തുൻതഖു അലിഫൻ മത്തൊബി ഹർക്കത്താൻ ലാ അസ്സലാ. ഓക്കെ,
അത് ഒന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ആയിട്ടുണ്ടാവും. ഇത് അലിഫ് ലൈനയിൽ വാവും യാവും മാത്രമല്ലേ വരുള്ളൂ? അതേ ഉള്ളൂ. 2 വരുന്നുള്ളൂ. ഓക്കെ. ഇൻഷാ അല്ലാ. ഇനി കുറച്ച് വാക്കുകൾ പിന്നെ തഹജ്ജി ചെയ്യാനാണ്. ആരാണ് തഹജ്ജി ചെയ്യുന്നത്? ഓരോരുത്തർ. തഹജ്ജി പിന്നെ നേരത്തെ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യം പേരെല്ലാവരും എഴുതിയെടുത്തിരുന്നു. പിന്നെ ഞാൻ കുറെ ആൾക്കാരെ പേര് ഞാൻ എഴുതിയെടുത്തിട്ടില്ല. ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെ വന്ന ആൾക്കാരതൊന്നും പിന്നെ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും ഇതൊന്ന് തഹജ്ജി ചെയ്യും. ഞാൻ പേര് വിളിക്കാത്ത ആളെന്ന് എനിക്കിപ്പോ ഇവിടെ കാണുന്ന ആളെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എഴുതി വെക്കാത്ത ഒരു അബ്ദുൽ കാണുന്നുണ്ട്. അസ്നത്താത്ത. അസ്നത്താത്ത പറഞ്ഞോളൂ. ഇതൊന്ന് തഹജ്ജി ചെയ്തോളൂ. പെട്ടെന്ന് തഹജ്ജി ചെയ്തോളൂ. അലിഫ് ഹംസ ഫത്ഹ അ ഐൻ ലമ്മ വാവ് മദ് തൊബി ഹറക്കത്താൻ അഊ ദാൽ ദമ്മ അഊദു ബാ കസ്റ ബി അഊദു ബി ഇസ്മ ജലാലത്തില്ലാഹി അഊദു ബില്ലാഹി മീം കസ്റ മീ നൂൻ ഫത്ഹ മീന അഊദു ബില്ലാഹി മിന. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാ. അടുത്തത് ഇതാരാ പറയുന്നത്? അബ്ദുൽ ആരാണ്? വെറും അബ്ദുൽ മാത്രമായിട്ട് ഒരാളെ കാണുന്നുണ്ട്. ഞാനായിരിക്കും. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ നിങ്ങളാണ്. ഓക്കെ. സാധാരണ നിങ്ങളെ ഫുള്ള് കാണാൻ അബ്ദുൽ മാത്രമേ. ഓക്കെ. റജുലത്താത്ത. ഞാനിപ്പോ കേറിട്ടുള്ളൂ. ഞാൻ നല്ല പറയാം. അല്ല, തൂബുയില നമ്മൾ പഠിച്ച സാധനമാണ്, ഇപ്പൊ പറഞ്ഞതുമാണ്. ഓക്കെ. തൂബു ഇല ത ദമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ തു ബ ദമ്മ വാവ് മദ് തൊബി ഹർക്കത്താൻ അലിഫ് സിഫ്ർ മുസ്തദിർ ലാ യുൻതഖ് തൂബു അലിഫ് ഹംസ കസ്റ ഇ ലാ ഫത്ഹ മദ് ഇവദ് തൊബി ഹർക്കത്താൻ. ഇപ്പൊ പറഞ്ഞ കേട്ടില്ല? ലാം ഫത്ഹ അലിഫ് ലൈന. ഇല്ല, ഞാന് അതെ, പക്ഷെ അതെന്താണെന്ന് ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. അതെ, ലാം ഫത്ഹ അലിഫ് ലയ്യിന മാത്രം മതിയോ? ലാം ഫത്ഹ അലിഫ് ലൈന മത്തൊബി ഹർക്കത്താൻ. ഓക്കെ. ലാം ഫത്ഹ അലിഫ് ലൈന മത്തൊബി ഹർക്കത്താൻ. ലാം ഫത്ഹ അലിഫ് ലയ്യിന മത്തൊബി ഹർക്കത്താൻ ഇലാ തൂബു ഇലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. പിന്നെ ഇതിൽ കാണുന്നത് നവാസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. പേര് എഴുതാത്ത ആളാ ഞാൻ ഇപ്പൊ വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇവര് എടുത്തിട്ടില്ലേ പിന്നെ ഞാൻ ഓപ്പൺ ആക്കിയിടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ പറയാം, അങ്ങനെ ആക്കും. അപ്പോ നവാസ് എന്ന് പറഞ്ഞ പേര് കാണുന്ന ആള് മൈക്ക് ഓൺ ആക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ഓപ്പൺ ആർക്ക് വേണമെങ്കിലും തഹജ്ജി ചെയ്യാം. ഇതൊന്ന് തഹജ്ജി ചെയ്തോളൂ. ഇതാ ജാ. ഓരോ ആൾക്കാർ പെട്ടെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ചാടി വീണുങ്ങിട്ട് വേഗം പറഞ്ഞോളൂ. തഹജ്ജ് ആലോചിക്കാനില്ല. ഫസ്റ്റ് മൈക്ക് ഓർക്കുന്ന ആള്. അലിഫ് ഹംസ ദാൽ ഫത്ഹ അലിഫ് മദ് ബി ഹർക്കത്താൻ ഇദാ ജീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് ഇസ്ന അർബ ഹംസ ഹർക്കത്ത്. വാജിബ് ഇസ്ന വരുമോ? വാജിബ് അർബ ഹംസ ഹർക്കത്ത്. ഹംസ ഹാ ജാഅ ഇദാ ജാഅ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്തത് ഇതാ വന്നിക്കണം. അടുത്ത ആള് ആർക്കും പറയാം. പെട്ടെന്ന്. ഹുനഫാഅ വയുഖീമു ഹാളമാഹു നൂൻ ഫതഹ ഹുന ഫതഹ അലിഫ് മദ് മുത്തസിൽ അർബ ഖംസ ഹറകാത്ത്. خمسة فتحاء فاء حنفاء وفتحا و حنفاء و يا لما يو
كسرة مفخمة يا مد طبي يا مد مفخمة يقي ما لما മീം ലൊമ വാമദ്. لما واو مد طبي حركتان ألف صفر مستدر لا ينطق مو يقيم ويقيم حنفاء ويقيم. ഓക്കെ, അവിടെ ചേർത്ത് ഓതുമ്പോ ഒന്ന് ഒന്നും കൂടി ക്ലാരിറ്റി വരാനുണ്ട്. حنفاء ويقيموا. ഓക്കെ, حنفاء ويقيم അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലല്ലോ. حنفاء ويقيموا. حنفاء ويقيم. അതേപോലെ ഖാഫ് കെസ്ര പറയുമ്പോ നമ്മള് മുഫഖമ പറയേണ്ട ആവശ്യം. മെയിൻ ആയിട്ട് ഫത്ഹയിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാന് ഒന്നും കൂടി ക്ലിയർ ആക്കണം കേട്ടോ. ശുക്രൻ, ജസാക്കല്ലാ. അടുത്ത ആള്. ها فتح هذا بآلهتنا ها فتح ألف مد به حركتان ها ذال فتح ألف مد به حركتان دا هذا با كسرة بي ألف حمزة فتح അലിഫില്ലല്ലോ. ഹംസ ഫത്ഹ അലിഫ് മദ് حمزة فتح ألف مد به حركتان بي لام كسرة لي آلي ها فتح ها آلهة تا كسراتي آلهتي نون فتح ألف مد به حركتان نا آلهتنا بآلهتنا هذا بآلهتنا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഇതാരാ പറയുന്നത്? ഫീമാ ആതാഹുമുല്ലാഹ്. ഓക്കെ, ഫാ കസ്റ യാ മദ് തബഈ ഹർക്കത്താൻ ഫീ മീം ഫത്ഹ മീം ഫത്ഹ മദ് മുൻഫസിൽ ഇസ്നൈൻ മദ് മുൻഫസിൽ لازم واجب और جائز مد منفصل جائز 2 4 أو 5 حركات. همزة فتحة فيما همزة فتحة ألف مد طبيعي حركتان. همزة فتحة ألف مد طبيعي حركتان فيما تا فتحة ألف مد طبيعي حركتان تا آتا ها لما هو آتاه ميم لما مو آتاهم اسم الجلالة الله آتاهم الله فيما آتاهم الله. ഓക്കെ, ഞാൻ ഇനി ഒരു ഇതിലേക്ക് കാണിക്കാൻ പോവാണ്. ഇത് നോക്കൂ, ഇതെന്താ വായിക്കുക? ഇതിൽ എത്ര മദ് മുത്തസിലുണ്ട് മുൻഫസിലുണ്ട്? ഒന്ന് പെട്ടെന്ന് പറയൂ. എത്ര മുത്തസിൽ, എത്ര മുൻഫസിൽ? വേറെ ഒന്നും നോക്കണ്ട. മുത്തസിൽ എത്ര, മുൻഫസിൽ എത്ര? 2 മുത്തസിൽ. അല്ല, ലാ ഇല ലാ എന്നുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തസിൽ എത്ര, മുൻഫസിൽ എത്ര? നിങ്ങൾ മറ്റൊരെ ക്രോസ് ചെയ്യല്ലേ. പറഞ്ഞോളി, മുത്തസിൽ എത്ര, മുൻഫസിൽ എത്ര? അത്ര മാത്രം പറഞ്ഞാൽ മതി. 2 മുൻഫസിൽ. 2 മുൻഫസിൽ. 2 മുൻഫസിൽ 2 മുൻഫസിൽ 4 മുൻഫസിൽ 1 4 മുൻഫസിൽ 4 മുത്തസിലും 2 മുത്തസിലും 4 മുത്തസിലും 2 4 മുത്തസിലുണ്ട്. 4 മുത്തസിൽ 4 മുത്തസിൽ 2 മുൻഫസിൽ
സുഹൈൽക്ക് എത്ര പറഞ്ഞു? മുത്തസിൽ ഇല്ലാന്ന് പറയുന്നു. സുഹൈൽക്ക് എത്ര പറഞ്ഞു? ഞാൻ 2 മുത്തസിൽ 4 മുൻഫസിൽ എന്നാണ് പറഞ്ഞത്. 2 മുത്തസില് 4 മുൻഫസിൽ അല്ലേ? നമുക്ക് നോക്കാം. ലാ ഇ മുത്തസിലോ മുൻഫസിലോ? അത് മുൻഫസിലാണല്ലോ അല്ലേ? ഉലായി എന്നുള്ളടത്ത് എന്താ വരുന്നത്? രണ്ടും വരുന്നുണ്ട്. ഹാ എന്നുള്ളത് മുൻഫസിലാണ്. ഉലായി എന്നുള്ളതാണ് എന്ത് വരുന്നത്? മുത്തസിൽ വരുന്നത്. ആ ലാ 1 ഹാ 1 രണ്ട് മുൻഫസിലായി. വല 3 ഹാ 4. അപ്പൊ 4 മുൻഫസിലും 2 മുത്തസിലാണ്. ഉലായി എന്നുള്ള ലായി എന്നുള്ളതാണ് എന്ത് വരുന്നത്? മുത്തസില്. മറ്റേത് മുൻഫസിൽ. അപ്പൊ കൺഫ്യൂഷൻ എവിടൊക്കെ വരുന്നുണ്ട് അല്ലേ? അല്ല ഉസ്താദേ, ആ ഉലായി എന്നുള്ള ഒറ്റ വാക്കല്ലേ? ഹൗലായി ഒറ്റ വാക്കാണ്. പക്ഷെ അത് എന്താണ്? ആ പ്ലസ് കൂട്ടാൻ ഹാ ഉലായി. അല്ല, ഹാ ഉലായി ഒറ്റ വാക്കാവുമ്പോ അത് 2 മുത്തസിലല്ലേ? അല്ല അത് ഒറ്റ വാക്കല്ല. അത് എഴുത്തിൽ ഒറ്റ വാക്കാണെങ്കിൽ ഹാ ഉലായി ആണ്. ഹാ ഉലായി അക്കൂട്ടർ അല്ലേ? ഉലായിക്ക് വേറെ ഹാ വേറെ ചേർത്ത് എഴുതാണ്. ഉലായിക്കാന്നുള്ള ഒറ്റ വാക്കല്ലേ? ഉലായിക്ക് ഒറ്റ വാക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മദ് മുത്തസിൽ വരുന്നത്. ഉലായി എന്നുള്ളത് മദ് മുത്തസിലും ഹാ എന്നുള്ള 2 ഹാവും എന്താണ്? മുത്തസിലാണ്. ചേർത്ത് എഴുതിയത് അങ്ങനെയാണ് എഴുതുക എന്നുള്ള. ഓക്കെ, ഇനി ആ ആയത്തൊന്ന് നമ്മൾ ഓതി നോക്കണം. അത് ഞാനൊന്ന് ഓതി നോക്കാം. ഇവിടെ മീമ് ഷദ് മറ്റേ കണക്ഷൻ ആട്ടോ. തുടക്കത്തിൽ ഷദ് ഒന്നൊന്നും വേണ്ട. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ. ഒറ്റ ശ്വാസത്തിൽ അത് കംപ്ലീറ്റ് ഓതേണ്ടിയിരുന്നു. ഞാൻ ഒന്നും കൂടി നോക്കാം. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീലാ. ഇനി ഓരോരുത്തർ ഇതൊന്ന് പാരായണം ചെയ്യൂ. ഫസ്റ്റ് സെഷൻ വഖഫ് ചെയ്യാണ്ട് ഹൗലായി വരെ, മുദബ്ദബീനെ തൊട്ട് ഹൗലായി വരെ ബാക്കി അങ്ങനെ ഒന്ന് ഓതി ഒരു 4-5 ആൾക്കാർ ഇത് ഓതിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരാ ഓതുന്നത്? പെട്ടെന്ന് ആയിക്കോട്ടെ, സമയം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ കിട്ടൂല. ഒറ്റ ശ്വാസത്തിന് കിട്ടണം. അതിനാണ് ഞാൻ ഒറ്റ ശ്വാസത്തിനെ ഒന്ന് ഓതി ട്രൈ ചെയ്ത് നോക്കി. എവിടെ വരെ? മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ. തെറ്റായി. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ. അവിടെ എത്തിയല്ലോ. പോലെ മുഴുവൻ കിട്ടൂല. എങ്ങനെ ചെയ്താൽ മതിയാതോ? ലാമ് മറ്റേ മുൻഫസിലും ഷോർട്ടാക്കി കഴിഞ്ഞാൽ മതി. മുത്തസില് ബിഗ് ആക്ക. അതായത് മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ. മുത്തസില് നീട്ടാ, ബാക്കിയൊക്കെ മധു തൊബിയാക്കി കളാം. അത് കുറച്ച് ചിന്തിച്ചിട്ട് ഓതണം. അല്ലെങ്കിൽ ഒക്കെ കൺട്രോൾ തെറ്റിപ്പോവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. മുത്തസിലാണോ കൺഫ്യൂഷൻ ആയിപ്പോവും. ഓക്കെ, അതെ അല്ല, ബാക്കി എല്ലായിടത്തും അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. പിന്നെ റഷി സാഹിബ് നിങ്ങൾ മുറിച്ച് ഓതിക്കോളി. ഓക്കെ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ. കൺഫ്യൂഷൻ ആയി എല്ലാം കൂടി. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ. ഇലാഹ ഉലാഇ അല്ലേ? അവിടെ വഖഫ് ചെയ്യുമ്പോ സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യാം. അവസാനം ഒന്ന് ഒപ്പിച്ചെന്ന് പറയാം. ومن يضلل الله فلن تجد له سبيلا.
ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അടുത്ത ആൾ ഓതി. ഞാൻ ഓതിയേക്കാം സാർ. വെൽക്കം ഓതി. مذبذبين بين ذلك لا إلى هؤلاء ولا إلى هؤلاء ഓക്കെ, ومن يضلل الله فلن تجد له سبيلا. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അടുത്ത ആള് സുൽഫിക്കർ കാക്ക കഴിയല്ലോ. ഇത് സുൽഫിക്കർ കാക്ക നല്ല വോയിസ് ബ്രീത്ത് ഉള്ള ആളാണ്. ശ്രമിക്കാം. مذبذبين بين ذلك لا إلى هؤلاء ولا إلى هؤلاء ومن يضلل الله فلن تجد له سبيلا. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. ഇനി പെണ്ണുങ്ങളിൽ നിന്ന് രണ്ടാൾക്കാർ ഓതി. مذبذبين بين ذلك لا إلى هؤلاء ولا إلى هؤلاء ومن يضلل الله فلن تجد له سبيلا. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. മദ് മുൻഫസിൽ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. താഹിർത്ത ഓതിക്കോളും. مذبذبين بين ذلك لا إلى هؤلاء ولا إلى هؤلاء ومن يضلل الله فلن تجد له سبيلا. താഹിർത്ത രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നും മുദബ്ദബീന അല്ല, ബാ കൽക്കലാണ്. അപ്പൊ മുദബ്ദബീന മുദബ് സാക്കിന. രണ്ടാമത് വമയുബുലില്ല പോരാ, ഒന്ന് ഗുന്ന ചെയ്യണം. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓക്കെ. ബറക്കല്ലാഹു ഫീ. അടുത്ത ഒരാളും കൂടി പാരായണം ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കും. പെണ്ണുങ്ങളിൽ ആരോ ഒരാളും കൂടി പാരായണം ചെയ്തോളൂ. ആര് ഊതും? പെണ്ണുങ്ങൾ ആരാണ് ഊതുന്നത്? ആരുല്ലേ? لا إله هؤلاء ومن يضلل الله فلن يجد له سبيلا. ഓക്കെ, ഫലം യജിദ ലഹു എന്നാണ്. ഫലം യജിദ ലഹു സബീല. അതിനകത്ത് പാരായണം ചെയ്തപ്പോ എന്തോ ഒരു ബ്രേക്ക് ആയിട്ടുണ്ട്, ക്ലിയർ അല്ലായിരുന്നു. റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ആയിട്ടായിരിക്കും. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. കുഴപ്പമില്ല, ഞാൻ കൃത്യമായിട്ട് കേട്ടിട്ടില്ല. ഇത് നിങ്ങൾ ഗ്രൂപ്പിൽ നല്ല കൃത്യമായിട്ട് പാരായണം ചെയ്തിട്ടുള്ളൂ. നമുക്ക് അവസാനിപ്പിക്കാം. ഇനി കുറച്ച് തഹജ്ജ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. കുറെ ഇപ്പൊ സമയം ആയല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് എടുത്ത വിഷയങ്ങള് പിന്നെ മദ്ദുസില, സൂറയും കുബ്രയും. ഇന്ന് പഠിപ്പിച്ചത് രണ്ട് ടോപ്പിക്കാണ്. സില, സൂറ, കുബ്ര. സിമ്പിൾ ആണ്. ഹാ ദൊമീർ. ഹാ ദൊമീർ ഒരുപാട് ഹാ ദൊമീർ ഉണ്ടാവും. പക്ഷെ ഹാ ദൊമീർ മദ് സിലയായിട്ട് മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് ഹർക്കത്തിനിടയിൽ ഹാ ദൊമീർ വരുന്ന സമയത്താണ്. ഹാ ദൊമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഗായിബായിരിക്കും, മറിഞ്ഞു നിൽക്കുന്ന ആളായിരിക്കും, ഏകവചനായിരിക്കും, പുല്ലിംഗായിരിക്കും. ഈ ഒരു 3 കാര്യങ്ങളുണ്ട്. പിന്നെ ഹാ ദൊമീറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധാരണ വാവ് മദ്ദിൽ നിന്ന് ചെറുതായിട്ട് ഒരു ചെറിയ മദ്ദായിട്ടാണ് വാവായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. യാ ആണെങ്കിൽ സാധാരണ യാ അല്ല, യാന്റെ ഒരു വാലായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ രണ്ടിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഹാ ദൊമീറിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് ഹാ സാക്കിനയായിട്ട് മാറും. അവിടെ മദ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ പാരായണത്തിൽ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ഗ്രൂപ്പിൽ നിന്നും ശരിയാക്കാം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ പഠനത്തെ ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു പൂർണ്ണമായി മാറ്റി സുഖവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അസ്ഹാബുകളായി നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ രോഗങ്ങൾ കൊണ്ട് എല്ലാവരും ഒരുപാട് പലതരത്തിലുള്ള രോഗവും പ്രയാസവും ഒക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ രോഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ ഖബറിടം ബർസഖിയായ ജീവിതം ഏറെ സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.